അങ്ങനെ ഞാൻ മദ്രാസിൽ പോയിട്ട് എന്താണ് പിന്നെ ഓർമ്മകൾ ഓടി കളിക്കുവാനെത്തുന്നു ആ പാട്ട്, അത് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, അങ്ങനെയൊക്കെ കുറേ പാട്ടുകൾ പാടിയെങ്കിലും ചിത്രം എന്ന സിനിമയിൽ ഏകദേശം 6 പാട്ടുകൾ ഉണ്ടായിരുന്നു അന്ന്. കണ്ണൂരായ മാഷായിരുന്നു എൻ്റെ സംഗീതം. അപ്പോൾ ഷിബു ചക്രവർത്തിയാണ് രചന. അപ്പോൾ ഈ 6 പാട്ട് കമ്പോസ് ചെയ്തതെല്ലാം കഴിഞ്ഞപ്പോൾ 2 പാട്ട് ദാസേട്ടന്, 2 or 3 പാട്ട് ദാസേട്ടനായിരുന്നു. എനിക്ക് 1-2 പാട്ടേ ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ എന്തോ അസൗകര്യം കാരണം അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഷൂട്ടിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ട്രാക്ക് എടുത്തിട്ടിരിക്കുന്ന പാട്ടുകളെല്ലാം ഓരോന്നായിട്ട് എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം ദൂരക്കിഴക്കുതിക്കിൻ മാണിക്യച്ചെമ്പഴുക്ക ഞാൻ ഇന്നെടുത്തു വച്ചേ എൻ്റെ വെറ്റിയിലെത്താമ്പാളത്തിൽ ദൂരക്കിഴക്കുതിക്കിൻ മാണിക്യച്ചെമ്പഴുക്ക അത് പാടി, പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും ആ ഗാനം പാടി, ഈറന്മേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ഗാനം പാടി. അങ്ങനെ 3 ഗാനം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നഗുമോ എന്നുള്ളൊരു പാട്ട് വന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ഗുരുനാഥൻ, എന്നെ ശരിക്കും എൻ്റെ ചേട്ടനാണ് ഗുരുനാഥനെങ്കിലും നെയ്യാറ്റിൻകര വാസു സാറാണ് എന്നെ ഒരുപാട് കീർത്തനങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം സാറും ഞാനുമായിട്ടാണ് നഗുമോ ഓ മൂകനല്ലേ നീനാജാലി തെല്ലിസി ആ ഗാനം ഞാനും എൻ്റെ ഗുരുനാഥനുമായിട്ടാണ് പാടിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആക്ട്രസ് രഞ്ജിനിക്ക് എന്തോ ചെറിയ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എന്തോ പ്രശ്നങ്ങളുണ്ടായിട്ട് പടം ബ്രേക്കായി. അപ്പം ഞാൻ അന്ന് രഞ്ജിനി കാസറ്റ്സ് എന്ന് പറഞ്ഞ ഉസ്മാൻ്റെ രഞ്ജിനി കാസറ്റ്സിലായിരുന്നു ഞാൻ പാടിക്കൊണ്ടിരുന്നത് ഈ അയ്യപ്പൻ പാട്ടും അതുപോലെ ഓണപ്പാട്ടുകൾ. അപ്പോൾ അന്ന് രഞ്ജിനി ആദ്യമായിട്ട് സിനിമയുടെ പാട്ടുകൾ പൈസ കൊടുത്തെടുക്കാൻ തുടങ്ങി. അതുവരെ സിനിമയുടെ പാട്ടുകൾ കൊടുക്കുക HMIയിലൊക്കെ റെക്കോർഡ് ഇറക്കുന്നതല്ലാതെ ഈ പൈസ കൊടുത്തിട്ട് ഈ പാട്ട് വാങ്ങിക്കുന്ന ഒരു പ്രവണത തുടങ്ങിയത് രഞ്ജിനി കാസറ്റ്സാണ്. അപ്പോൾ അങ്ങനെ 26,000 രൂപ കൊടുത്ത് ഈ പാട്ടുകൾ മുഴുവൻ രഞ്ജിനി വാങ്ങിച്ചതിന് ശേഷം അവർ CD അന്ന് കാസറ്റാണ്. അപ്പോൾ 50 മിനിറ്റിൻ്റെ ഒരു കാസറ്റ് തയ്ക്കാൻ നോക്കിയിട്ട് ഏകദേശം ഒരു 7 മിനിറ്റിൻ്റെ ഡിഫറൻസ് വന്നു ഈ പാട്ടുകളെല്ലാം കൂടെ ചേർത്തപ്പോഴത്തേക്ക്. അപ്പോൾ ഉസ്മാൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ ശ്രീകുട്ട ഇതുപോലെ ഇങ്ങനെ ഒരു 7 മിനിറ്റിൻ്റെ ഗ്യാപ്പുണ്ട്, എന്തെങ്കിലും ഒരു ചേട്ടൻ്റെ കൂടെ കച്ചേരിക്കൊക്കെ പോയതല്ലേ, ഒരു കീർത്തനം പാടി അയച്ചു തരാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ സ്വാമിനാഥ എന്നുള്ള കീർത്തനം പാടി അയച്ചു. അങ്ങനെ ഇതിൻ്റെ കാസറ്റും ഇറങ്ങി. ചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എണ്ണത്തിനകത്ത് ചിത്രം എന്ന് പറഞ്ഞ കാസറ്റുണ്ട്. ഈ കാസറ്റ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് യാദർച്ഛികമായിട്ട് പ്രിയൻ ഇത് കേൾക്കാനിടയായി. കേൾക്കുമല്ലോ, നാച്ചുറലി ആസ് എ ഡയറക്ടർ കേൾക്കുമല്ലോ. അങ്ങനെ പ്രിയൻ ഇത് കേട്ടപ്പോഴത്തേക്ക് ഒരു ദിവസം രാത്രി ഒരു 8 മണിയായപ്പം എനിക്കൊരു ട്രങ്കോൾ വന്നു. അന്ന് ഇതൊക്കെയാണല്ലോ, നമ്മുടെ മൊബൈലൊന്നുമില്ല. അപ്പോൾ പ്രിയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അത്യാവശ്യമായിട്ട് മദ്രാസ് വരണം, കാരണം നമുക്ക് നീ പാടിയ ആ കാസറ്റ് ഫില്ല് ചെയ്യാൻ പാടിയ ആ സ്വാമിനാഥ പരിപാലയ എന്നുള്ള പാട്ട് നമുക്കൊന്ന് എടുക്കണം. ഞാൻ ഉടനെ അടുത്ത ദിവസം കയറി അങ്ങ് പോയി. പക്ഷേ ലിറിക്സ് എടുക്കാൻ മറന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ പ്രിയൻ പറഞ്ഞു, നമ്മൾ AVMC തിയേറ്റർ ബുക്ക് ചെയ്തിട്ടുണ്ട്, നാളെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, പ്രിയ ലിറിക്സ് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ വീട്ടിൽ ഞാൻ വിളിച്ച് ലിറിക്സ് ഒന്ന് ഫാക്സ് ചെയ്യാൻ പറഞ്ഞു അന്ന്. അപ്പോൾ ഫാക്സ് ചെയ്ത് വന്നപ്പോൾ ഇപ്പോഴത്തെ പോലെ ഒന്നും തെളിച്ചതൊന്നുമില്ല. അപ്പോൾ ഈ സ്വാമിനാഥ പരിപാലയ ശുമാമാണ്, അത് ഞാൻ കേട്ട് സുമാം എന്നാണ് അതിനകത്ത് ഈ മാഞ്ഞു പോയിരുന്നു. നമ്മൾ ഈ പ്രിൻ്ററിൽ മാഞ്ഞു കിടന്നു. ഞാൻ റെക്കോർഡിൽ ശരിക്കും സിനിമയിൽ പാടിക്കുന്ന സുമാം എന്നാണ്, അത് തെറ്റാണ്, ശരിക്കും ശുമാമാണ്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ പ്രോഗ്രാമൊക്കെ പാടുമ്പോൾ ശുമാമാണ് പാടുന്നത്. അങ്ങനെ AVMC തിയേറ്ററിൽ ഈ പാട്ട് റെക്കോർഡ് ചെയ്തു, ഇതിൻ്റെ ക്ലൈമാക്സ് സോങ്ങായിട്ട്. ശരിക്കും ആ പാട്ടാണ് ഏറ്റവും വലിയ ആൾക്കാരെ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ കണ്ണ് നനയിപ്പിച്ച്. അത് കഴിഞ്ഞാൽ ഒരു ഡയലോഗ് കൂടി, സർ എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, എന്നെ കൊല്ലാതിരിക്കാൻ എന്നുള്ള ഒറ്റ ഡയലോഗ് പടം അവസാനിക്കുകയാണ്. അത് പ്രിയൻ്റെയും ആ ഒരു ഹോൾ ടീമിൻ്റെ ഒരു സക്സസ്ഫുൾ ഒരു ഏരിയയാണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസിക്കൽ മ്യൂസിക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് 2 ഡയലോഗിൽ കഴിഞ്ഞ് സിനിമ തീർന്നു. അതൊക്കെ ഒരു വലിയ ഒരു നേട്ടങ്ങളായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ പടത്തിലെ എല്ലാ പാട്ടും ഞാനായി. അങ്ങനെ ഞാൻ ഈ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പ്രേക്ഷകർ തന്നെ പറഞ്ഞു, ഇത് മോഹൻലാൽ പാടുന്ന പോലെ തന്നെ ഇരിക്കുന്നല്ലോ MG ശ്രീകുമാർ പാടിയിട്ട്. അതായത് ഒരു
നായകൻ പാടുമ്പോഴത്തേക്ക് നാച്ചുറലി വേറൊരു സൗണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇത് വേറൊരാൾ പാടിയിട്ട് നായകൻ ലിപ് മൂവ്മെൻറ്റ് കൊടുക്കുന്നതാണ്. ഇപ്പം ലാലിന് വേണ്ടി അങ്ങനെ പാടിയപ്പോഴത്തേക്ക് അതിനകത്ത് അങ്ങനെ ഒരു വ്യത്യാസം തോന്നാത്തതുകൊണ്ട് പ്രേക്ഷകർ തന്നെയാണ് അത് എന്നെ രക്ഷിച്ചത്. കാരണം അവർ പറഞ്ഞതുപോലെ ഇതായിട്ട് തോന്നുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇനിയുള്ള പടങ്ങളിലൊക്കെ കൂടുതൽ ചാൻസസ് ഇവന് കൊടുക്കാം. കാരണം മോഹൻലാൽ പടങ്ങളിൽ അങ്ങനെ എനിക്ക് ഒരുപാട് പടങ്ങൾ, പിന്നെ ഞാൻ അതുകൊണ്ട് എൻ്റെ പ്രയത്നം കൂടെ ഉണ്ട്. കാരണം ഒരുപാട് ഇപ്പോൾ കണ്ടു ഞാൻ മിഴികളിൽ ആ പാട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു ഗാനമാണ് രവീന്ദ്രൻ മാഷിൻ്റെ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് പാടാൻ സാധിച്ചു എന്നുള്ളൊരു മഹാഭാഗ്യമാണ്. കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം, ഓ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം, ഓ ഗോപുരപ്പൊൻകോടിയിൽ അമ്പലപ്രാവിൻ മനം പാടുന്നൊരാരാധനാ മന്ത്രം പോലെ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം, ഓ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്ന ജയറാമിന് വേണ്ടിയിട്ടാണ്. ജയറാം സുരേഷ് ഗോപിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ തീർക്കണമേ, അതുപോലെ തന്നെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലിയോതി വന്നു, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്നുള്ള ആ ഗാനം ഞാൻ ജയറാമിന് വേണ്ടിയാണ് പാടി. ഇപ്പോഴും ആൾക്കാർ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത് മോഹൻലാൽ സോങ് ആണ്. പക്ഷേ അത് ജയറാമിന് വേണ്ടി പാടി. മോഹൻലാലിന് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് മോഹൻലാൽ പലപ്പോഴും നമ്മളിങ്ങനെ കൂടുമ്പോൾ പറയും, ആ പാട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ലാലിന് അത് എന്താ പറയുന്ന വളരെ നൊസ്റ്റാലജിക് ആയിട്ടുള്ള സോങ്ങാണ്. അത് എം ജി രാഷിൻ്റെ സംഗീതവും അതുപോലെ തന്നെ കൈതപ്രത്തിൻ്റെ വരികളും. ആക്ച്വലി ഞാൻ 36 വർഷമായിട്ട് ഞാനിപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രേക്ഷകർ തരുന്ന പ്രോത്സാഹനമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം പിന്നെ ഭാഗ്യം, ഓരോ പടങ്ങളിൽ പാടാൻ കിട്ടുന്ന ഭാഗ്യം. പിന്നെ ഞാൻ ഒരിക്കലും ഒരു പാട്ട് ഞാൻ മോശമാക്കിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ജോൺ സേട്ടനായിട്ടുള്ള എസ് പി വെങ്കടേഷ് ആണെങ്കിലും വിദ്യാസാഗർ ആണെങ്കിലും ഇളയരാജ സാർ ആണെങ്കിലും AR റഹ്മാൻജി ആണെങ്കിലും ആരാണെങ്കിലും ഇപ്പം എം ജയചന്ദ്രൻ ആണെങ്കിലും ഞാൻ അവരുടെ അടുത്ത് ഈ പാടുന്ന പാട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാനത് പിന്നെ ജസ്റ്റിസായിട്ട് ഞാൻ അത്, കാരണം ഒരിക്കലും ഒരു പാട്ട് ഇത് മതി എന്ന് ഞാൻ ഒരിക്കലും ഒരു മ്യൂസിക് ഡയറക്ടർ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിച്ച് ചോദിക്കാം. ഇപ്പോൾ വിദ്യാരൻ മാഷുണ്ട്, അതുപോലൊരു മോഹൻ സിത്താരയുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ പല മ്യൂസിക് ഡയറക്ടേഴ്സുണ്ട്. കാരണം നമ്മുടെ ഫോർ മ്യൂസിക്സിൻ്റെ ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ ഷാൻ റഹ്മാനുണ്ട്. ഞാൻ ഇവരുടെയൊക്കെ പാടിയിട്ടുണ്ട്. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ MS വിശ്വനാഥ് സാറിൻ്റെ പാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരാൾ ഒരൊറ്റ പടവേ ചെയ്തിട്ടുള്ളൂ. അതായത് പിന്നെ സൗന്ദർരാജൻ എന്ന് പറഞ്ഞിട്ട് ഇളയരാജ സാറിൻ്റെ അസിസ്റ്റൻ്റാണ്, അപ്പു എന്ന് പറഞ്ഞ ചിത്രം. അതിനകത്താണ് ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ കൂത്തമ്പലത്തിൽ വെച്ചു കുറുമൊഴിക്കുന്നിൽ വെച്ചു കുപ്പിവള ചിരിച്ചുടഞ്ഞു നിൻ്റെ, ആ ഗാനം ഞാൻ അപ്പു എന്നുള്ള ചിത്രത്തിലാണ്. അതിനകത്ത് തന്നെ വേറൊരു പാട്ടുണ്ട്, ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നാനനാനി തരന്നാറ്റാരിരന്ന തന്നാനനേനി എനിക്കും നിനക്കും ഒരു നാനല്ല. അത് ഈ 2 പാട്ടേ സൗന്ദര്യം ചെയ്തിട്ടുള്ളൂ. ഇത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇത് ഈ കൂത്തമ്പലത്തിൽ വെച്ചോ ആ പാട്ട് കാനഡ രാഗമാണ്, കോമൺ രാഗമാണ്. അതിനകത്ത് ഒരുപാട് പാട്ടുകളുണ്ട്. അഴകേ നിൻമിഴി നീർമണി കുളിരിൽ നാദരൂപിണി ശങ്കരി പാഹിമാം പാഹിമാം, ഇതെനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പാട്ട്. പിന്നെ താനീനത്തനനിൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ നീരാട്ടീൻ, അങ്ങനെ ഒരു രവീന്ദ്രൻ മാസ്റ്റർ പാട്ടുണ്ട്. അങ്ങനെ കാനഡ രാഗത്തിൽ ഒരുപാട് പാട്ടുണ്ട്. ഞാൻ ഈ പാട്ട് പാടിയിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഈ പാട്ട് ചേട്ടനെ കേൾപ്പിച്ചപ്പോൾ പറഞ്ഞു, എടാ ഇതാര് ചെയ്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സൗന്ദർരാജൻ എന്ന് പറഞ്ഞൊരു ആളാണ്. അങ്ങേരെ നമിക്കണം. കാരണം ഞങ്ങളൊക്കെ സാധാരണ ഈ ഒരു സംഗീതജ്ഞരുടെ ഇടയിൽ ഒരു വാക്കുണ്ട്,
ഒരു രാഗത്തിൻ്റെ എസൻസ് എന്ന് പറയും. അതായത് ഒരു രാഗം 1 മണിക്കൂറും പാടാം, അരമണിക്കൂറും പാടാം, 10 മിനിറ്റും പാടാം, 5 മിനിറ്റും പാടാം, 3 മിനിറ്റും പാടാം. അപ്പോൾ ഈ 3 മിനിറ്റിൽ അല്ലെങ്കിൽ 5 മിനിറ്റിൽ ഈ രാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള രാഗഭാവം മുഴുവൻ കൊണ്ടുവരുന്നതാണ്. ഈ മ്യൂസിക് തെറാപ്പിയാണല്ലോ, അതുകൊണ്ട് ഇത് കേട്ട് പഠിക്കുക. ഈ രാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗങ്ങൾ, അതായത് അതിൻ്റെ കാതലായിട്ടുള്ള ഭാഗങ്ങൾ കൊണ്ടുവരുന്നതിനാണ് എസൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ കൂത്തമ്പലത്തിൽ വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡ രാഗത്തിൻ്റെ മുഴുവൻ പിടുത്തങ്ങൾ, അതായത് ഗമകങ്ങളും പിടുത്തങ്ങളും അതിൻ്റെ മൊത്തം ആ രാഗം മുഴുവൻ അരിച്ച് പെറുക്കി അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് സൗന്ദരരാജൻ സാർ. നല്ലൊരു മ്യൂസീഷ്യൻ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഈ സൗന്ദരരാജൻ സാറിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇളയരാജയുടെ അസിസ്റ്റൻ്റായിരുന്നു സൗന്ദരരാജൻ സാർ. അതുപോലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന എൻ്റെ സുഹൃത്ത് തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്, AR റഹ്മാൻ സാർ. സാറെന്നല്ല, ഞാൻ AR റഹ്മാൻ എന്ന് വിളിക്കാറുള്ളൂ. ദിലീപ് എന്നാണ് ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത്. അയിത്തം എന്നൊക്കെയുള്ള സിനിമയിൽ അദ്ദേഹമായിരുന്നു കീബോർഡ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ആത്മബന്ധമാണ്. അപ്പോൾ അദ്ദേഹമാണ് ഒരു ദിവസം ഗിരീഷ് പുത്തഞ്ചേരിയായിട്ട് പോയപ്പോഴത്തേക്ക് ദിൽസേ എന്നുള്ള പടത്തിൽ പുഞ്ചിരി തഞ്ചി കൊഞ്ചിക്കൂ ആ ഒരു വേർഡുണ്ടല്ലോ, തന്തര തന്ന് മുത്തരി മുന്തരി മുന്തിരി വാവി എന്നൊക്കെയുള്ള പാട്ട്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ ഹിന്ദി പാട്ടിൻ്റെ ഇടയ്ക്ക് ഇടാനാണെന്ന്. അത് CD ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഹിന്ദിയിലെ ഏറ്റവും വലിയ പ്രശസ്തയായിട്ടുള്ള പിന്നണി ഗായകരുടെ കൂടാണ് ഞാൻ പാടിയിരിക്കുന്ന AR റഹ്മാൻ സാറിൻ്റെ പാട്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഹിന്ദിയിലോട്ടൊരു രംഗപ്രവേശനം നടത്തി. പക്ഷേ ഏറ്റില്ല. കാരണം വേറൊന്നുമില്ല, കാരണം നമ്മുടെ മലയാളികളെ സ്വീകരിക്കുന്ന പോലെ ഹിന്ദിയിലുള്ള ആൾക്കാർ മലയാളികളെ അവിടെ സ്വീകരിക്കില്ല. അത് ഞാൻ വെട്ടി തുറന്ന് പറയുകയാണ്. സാധാരണ എല്ലാവരും ഒരു പാട്ടുകാരനോ പാട്ടുകാരിയോ പറയാൻ മടിക്കും, കാരണം അവർക്ക് ചാൻസ് പോയാലോ എന്ന് പേടിച്ചിട്ട്. കാരണം എനിക്കങ്ങനെ ആരെയും അങ്ങനെ ചാൻസ് പോകുന്നൊന്നും പേടിയില്ല. നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടും എന്ന് പൂർണ്ണമായിട്ട് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ആദ്യം പോയി പാടിയത് നമ്മുടെ കിലുക്കത്തിൻ്റെ വെർഷനുള്ള ഒരു പാട്ടാണ്. അത് ഒരു മ്യൂസിക് ഡയറക്ടർ രാം ലക്ഷ്മൺ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടറായിരുന്നു. അങ്ങനെ അത് ഞാൻ പാടി, കിലുക്കത്തിൻ്റെ ഹിന്ദി വെർഷൻ. പിന്നെ അങ്ങനെ കുറേ പാട്ടുകൾ ഇതിന് R.D. ബർമന് വേണ്ടി പാടിയിട്ടുണ്ട്, ഗർദിഷ് എന്നുള്ള പടത്തിൽ. പിന്നെ ലക്ഷ്മികാന്ത് പാരലാലിന് വേണ്ടി മലയാളം പടത്തിലും പാടി. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഹിന്ദി ഫിലിമിലും പാടിയിട്ടുണ്ട് ഞാൻ. പിന്നെ ലാസ്റ്റ് വന്നിട്ടാണ് പ്രിയൻ്റെ ഈ പാട്ടാണ് ഏറ്റവും കൂടുതൽ ഹിറ്റായത്, ഭൂൽ ഭുലയ്യ എന്നുള്ള പടം. അതിൽ മേരെ ഡോൽ നാസുൻ മേരെ പ്യാർ കീ ധുൻ മേരെ ഡോൽ നാ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് ഞാനും ശ്രേയാ ഘോഷനും കൂടെ പാടി. അത് സൂപ്പർ ഹിറ്റായി. അതിപ്പോൾ ഡാൻസിനും കോമ്പറ്റീഷൻസിനും എല്ലാത്തിനും പാടുന്ന, ഗാനമേളയ്ക്കെല്ലാം പാടുന്നൊരു പാട്ടാണ്. പക്ഷേ ഇതിനകത്തൊക്കെ ഉള്ളൊരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവർ ഒരിക്കലും മലയാളികളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ എത്ര ഹിന്ദി, നമ്മൾ ഇപ്പം SP ബാലസുബ്രഹ്മണ്യം പോയി, ദാസേട്ടൻ പോയി, എന്തുകൊണ്ട് നിൽക്കുന്നില്ല അവിടെ? നമ്മുടെ ഇവിടുത്തെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ നിന്നും നമ്മുടെ കേരളത്തിൽ നിന്നും പല മദ്രാസിൽ നിന്നും ഒക്കെ ഒരുപാട് ഗായകർ പോയില്ലേ? എന്തുകൊണ്ടാണ് ഇപ്പോഴും ഹിന്ദിക്കാർ തന്നെ പാടുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവർ ഹിന്ദിക്കാർ മതി. നമ്മൾ യേശുവെ എന്നുള്ളതിന് നമ്മൾ ഉദിത് നാരായണനെ വിളിച്ചിട്ട് യേശുവെ എന്ന് പാടിയാലും നമുക്ക് ഓക്കെയാണ്. യേശുവേ എൻ പ്രാണനാഥ എന്നുള്ളതിന് യേശുവേ എൻ പ്രാണനാഥ എന്ന് പറഞ്ഞ് പാടിയാലും നമ്മുടെ മലയാളികൾ ഇതാര് പാടി, ഇന്നാര് പാടി, ഹിന്ദിയിൽ ഇന്നാര് പാടി എന്ന് പറഞ്ഞിട്ട് അവർക്ക് 4-5 ലക്ഷം കൊടുക്കും. നമ്മൾ ചെറിയ തുച്ഛമായിട്ടുള്ള പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു ചെറിയ പടമാണ് കേട്ടോ, അല്ലെങ്കിൽ ഇത് ചെറിയ ആൽബമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറയും. പക്ഷേ ആ ഒരു പ്രവണത ഹിന്ദിക്കാരെ എനിക്ക് ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. കാരണം അവരുടെ പാട്ടുകൾ കംപ്ലീറ്റ് അവരുടെ പാട്ടുകാരെ പാടത്തുള്ളൂ. പക്ഷേ അതിനകത്തെ ഏറ്റവും എക്സെപ്ഷണലായിട്ടുള്ളൊരു വ്യക്തിയാണ് ശ്രേയാ ഘോഷൽ. ഞാൻ 2 കൈയും ചേർത്ത് ഞാൻ നമസ്കരിക്കുന്നു. കാരണം വേറൊന്നുമല്ല, ഇത്രയും ഭംഗിയായിട്ട്, മലയാളികളെക്കാട്ടിൽ ഭംഗിയായിട്ട് മലയാളം ഉച്ചരിക്കുന്ന ഒരു വ്യക്തി ആരുണ്ട് ഇന്ന് സിനിമയിൽ പാടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരൊറ്റ വാക്കിൽ പറയും, എനിക്കൊരു മടിയില്ല. ദാറ്റ് ഈസ് ദ only one girl, ദാറ്റ് ഈസ് ശ്രേയാ ഘോഷൽ. അല്ല, നമുക്കെപ്പോഴും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടിയാലും ശരിയല്ലല്ലോ. കാരണം കുറച്ച് ദുഃഖങ്ങളും കൂടെ കിട്ടിയാലല്ലേ ശരിയാകത്തുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ കുറേ നാൾ മോഹൻലാലിൻ്റെ
പടത്തിലെ എല്ലാ പാട്ടുകളും ഞാൻ തന്നെയായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ജോഷേട്ടൻ്റെ ആയാലും തമ്പി കണ്ണന്താനത്തിൻ്റെ ആയാലും ഡെന്നിസ് ജോസഫിൻ്റെ ആയാലും സിബി മലയിലിൻ്റെ ആയാലും പ്രിയദർശൻ്റെ ആയാലും അങ്ങനെ എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും എല്ലാ അന്നത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും പടങ്ങളിൽ ഞാനായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. ഒരു 70% ഓഫ് ദ ഇറങ്ങുന്ന പടങ്ങളിൽ എനിക്കായിരുന്നു ഒരുപാട് പാട്ടുകൾ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഹിസൈനസ് അബ്ദുള്ള എന്നൊരു പടം. അപ്പോൾ അന്ന് ലോഹിദാസ് സാറ് ഞങ്ങളെല്ലാം കൂടെ പാംഗുരു എന്നുള്ള ഹോട്ടലിൽ ഇങ്ങനെ ഡിസ്കഷനിലിരിക്കുമ്പോൾ രവീന്ദ്ര മാഷ് എല്ലാം ഡിസ്കഷനിലിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അതിൻ്റെ ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞത്, കോൾ അടിച്ചല്ലോ, ഇതിനകത്ത് 5 പാട്ടുണ്ട്, 5 പാട്ട് ശ്രീകുട്ടൻ പാടിയാൽ ഡെഫിനറ്റായിട്ട് അതിന് ഒരു സ്റ്റേറ്റ് അവാർഡ് ഷുവറാണെന്ന് പറഞ്ഞു. അപ്പം നോക്കിയപ്പം ഞാൻ ഓരോ ദിവസവും ഇതിൻ്റെ കമ്പോസിങ്ങിന് ഇരിക്കുമ്പോഴത്തേക്ക് പ്രമോദവനം വരുന്നു, ഗോപിക വസന്തം വരുന്നു, അങ്ങനെ പല പാട്ടുകളും ഇങ്ങനെ വന്ന്. അപ്പം ഞാൻ വിചാരിച്ചു, ഈ പാട്ടുകളൊക്കെ പാടുമ്പോഴത്തേക്ക് എനിക്കൊരു ഡെഫിനറ്റായിട്ടൊരു സ്റ്റേറ്റ് അവാർഡോ ഒന്നുമില്ലെങ്കിലും ഒരു ക്രിട്ടിക്സ് അവാർഡെങ്കിലും കിട്ടും എന്നുള്ള ധാരണയിൽ ഞാൻ നിന്നു. അപ്പം അങ്ങനെ വന്ന് ലാസ്റ്റിൽ ഞാൻ അറിഞ്ഞത് ഒരു ന്യൂ ഇയറിൻ്റെ അന്ന് 1-ാം തീയതി ആയിരുന്നു റെക്കോർഡിങ്. 31-ാം തീയതി എൻ്റെ അടുത്ത് എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ആരോ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ചെറിയൊരു മാറ്റമുണ്ട്, ചേട്ടൻ്റെ റെക്കോർഡിങ് നാളെ ഇല്ല, 1-ാം തീയതി ഇല്ല, 5-ാം തീയതി ഉള്ളൂ. കാരണം ഇതിനകത്ത് ഒരു പാട്ടേ ഉള്ളൂ, ബാക്കി പാട്ടുകളൊക്കെ വേറെ ഇതാണ് പാടുന്നത്, ഒരു പാട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. അന്ന് ഞാൻ റൂമിൽ പോയി കിടന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത രാത്രിയായിരുന്നു. കാരണം ഈ നമുക്കൊരു ആഗ്രഹം തന്നിട്ട് പിറ്റേ ദിവസം റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞ് ഈ പാട്ടുകളെല്ലാം പഠിച്ചു വെച്ചിട്ട് അന്ന് വൈകുന്നേരം 31-ാം തീയതി വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ വിളിച്ച് പറയുകയാണ് 5-ാം തീയതി വന്നാൽ മതി, ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഞാനൊന്നും തർക്കിക്കാനൊന്നും പോയില്ല. ഞാൻ 5-ാം തീയതി 4-ാം തീയതി അവിടെ വൈകുന്നേരം ഹോട്ടലിൽ പോയി. കാരണം ഈ പാംഗുരു ഹോട്ടലിൽ രവീന്ദ്ര മാഷ് പറഞ്ഞു, എടാ മോനെ കുറച്ച് പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ അതൊന്നും എനിക്ക് കേൾക്കണ്ട, എൻ്റെ പാട്ട് ഏതാണ് പറഞ്ഞാൽ. അങ്ങനെ രവീന്ദ്ര മാഷ് നാദരൂപിണി ശങ്കരി പാഹിമാം പാഹിമാം ശ്രുതി മധുരതര നാദരൂപിണി ശങ്കരി പാഹിമാം പാഹിമാം ആ എന്നുള്ള ആ ഗാനം എന്നെ പഠിപ്പിച്ചു. ഞാൻ പാടി. അങ്ങനെ നാളുകൾ കടന്നു പോണു. സിനിമ ഇറങ്ങി, സിനിമ റിലീസായി, വീണ്ടും നാളുകൾ പോണു. ഒരു ദിവസം ഞാൻ കൂട്ടുകുടുംബമാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ ചേട്ടൻ്റെ മോനുണ്ട് രാജകൃഷ്ണൻ. അവനിപ്പോൾ പ്രിയൻ്റെ സ്റ്റുഡിയോയിലെ മെയിൻ എൻജിനീയറാണ്. എല്ലാ പടങ്ങൾ അവനിപ്പോൾ ഒരു 3 സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി. അപ്പോൾ അവൻ അന്ന് കൊച്ചാണ്. അവൻ എന്നെ വന്നിട്ട് വിളിച്ച് പറഞ്ഞു, ചിറ്റപ്പന് നാഷണൽ അവാർഡ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അന്ന് ഈ ഫോണൊന്നുമില്ല, ഈ മൊബൈൽ ഫോണൊന്നുമില്ല. ഈ ട്രങ്കാളും അത്യാവശ്യം വലിയ BPL എന്ന് പറഞ്ഞിട്ട് വലിയ പിടിയുള്ള മൊബൈലാണ്. അതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് ചാടി എണ്ണിട്ട് 7 മണിക്കല്ലേ പറഞ്ഞു. ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 1.5 ദിവസം എടുത്തു. ആ 1.5 ദിവസം ഞാൻ തീ തിന്നുമായിരുന്നു. കാരണം ഉണ്ടോ, ഉണ്ട്, ഇല്ലേ അങ്ങനെ ഒരു ചോദ്യം. അവസാനം നമ്മുടെ മലയാള മനോരമയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, കൺഗ്രാജുലേഷൻ, നിങ്ങൾക്കാണ് പിന്നെ ഇത്തവണത്തെ നാഷണൽ അവാർഡ്, നാദരൂപിണി എന്നുള്ള ഹിസൈനസ് അബ്ദുള്ളയിലെ പാട്ടിനാണ്. ഞങ്ങളങ്ങോട്ട് വരിക, ഫോട്ടോ എടുക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടനും ഞാനും എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. അന്നത്തെ മനോരമയിൽ അടിച്ച് വന്നിരിക്കുന്നത് നാഷണൽ അവാർഡ് കിട്ടിയ ആ ഫോട്ടോ എന്ന് പറയുന്നത് ഞാനും ചേട്ടനും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ആണ് അന്നത്തെ മനോരമയിൽ വന്നത്. അങ്ങനെയാണ് അതൊരു ദുഃഖം ഉണ്ടെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ട്. അതുകൊണ്ട് ഇത് കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ പാട്ടല്ല, വേറെ എന്തെങ്കിലും ഇറക്കങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ഒരു കയറ്റം ഉണ്ടാകും. അത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ജീസസ് ആവട്ടെ, അള്ളാഹു ആവട്ടെ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനാവട്ടെ, അയ്യപ്പനാവട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ അവിടെ കൊണ്ടെത്തിക്കും. അത് ഞാൻ പൂർണ്ണ ഈശ്വര വിശ്വാസിയാണ്. അത് നിങ്ങളെ തീർച്ചയായിട്ടും, നിങ്ങളെ ഒരു ഇറക്കമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കയറ്റം കാണും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതൊരു ദൈവനിശ്ചയമാണ്. മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് കുറേ പടത്തിന്, ഒരു 10, 20, 25 പടത്തിന് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും വലിയ പടങ്ങളൊന്നുമല്ല, ചെറിയ പടങ്ങളുണ്ട്. എന്നാൽ മോഹൻലാലിൻ്റെ പടങ്ങളുണ്ട്. എനിക്കിതൊരു എന്താണ് പറയുന്നത്, ഒരു പ്രൊഫഷനല്ല എൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. ഞാനൊരു പ്രൊഫഷനായിട്ട് എടുത്തില്ലുമില്ല.
എനിക്ക് മറിച്ച് ഈ മ്യൂസിക് ഡയറക്ഷൻ എൻ്റെ ഒരു പാഷനാണ്. കാരണം ഞാനാണ് ഏകദേശം ഈ എസ് കുമാർ എന്നൊക്കെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ഞാനാണ്. അന്ന് പേടിച്ചിട്ടാണ് ഞാൻ അയ്യപ്പൻ പാട്ടുകളിൽ എസ് കുമാർ എന്നുള്ള പേര് വെച്ച്. അയ്യപ്പൻ പാട്ടുകൾ എല്ലാ പാട്ടുകളും ചെയ്തിരിക്കുന്നത് ഞാനാണ്. അന്ന് നിങ്ങൾ ഏത് ലേബൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എസ് കുമാർ എന്നാണ്. അത് എസ് കുമാറല്ല, ശ്രീകുമാറാണ്. കാരണം അന്ന് ഞാൻ പേര് വെച്ച് കഴിഞ്ഞാൽ മറ്റു സംഗീത സംവിധായകർ എന്നെ വിളിക്കത്തില്ലെന്ന് പേടിച്ചിട്ടാണ് ഞാൻ എസ് കുമാർ എന്ന് വെച്ചത്. പിന്നെ ഇപ്പോഴൊക്കെ ആയപ്പോഴത്തേക്ക് വിളിക്കുന്നവർ വിളിക്കട്ടെ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയി. കാരണം നമുക്ക് ഒരിക്കലും ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ വരുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളൊരു വഴി കൊടുക്കുക, അവർ വളർന്നു വരട്ടെ. ഇപ്പം നമുക്ക് ചെയ്യേണ്ടിടത്തോളം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഈ 36 വർഷം. അപ്പോൾ ഇനി പുതിയൊരു ജനറേഷൻ വരുമ്പം അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യുക. ഈ കൊച്ചുകുട്ടികൾ ഇപ്പം നമ്മൾ ടോപ്പ് സിംഗേഴ്സിൽ വരുന്ന പോലെ കൊച്ചുകുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ അങ്ങനെ കുറച്ച് സംഗീതം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രിയദർശൻ്റെ 2-3 ആമയും മുയലും, മാധവൻ നായർ മറ്റേ അറബി ഒട്ടകവും, അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിയൻ്റെ തന്നെ ഹിന്ദിയിൽ ബമ്പം ബോൽ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തമിഴിൽ കാഞ്ചീപുരം എന്നുള്ള ഒരു പടത്തിൽ ഞാൻ സംഗീതം ചെയ്തു, ഒരു പാട്ട് ചെയ്തു. റീ റെക്കോർഡിങ് ഞാൻ തന്നെ ചെയ്ത്. അതിന് നാഷണൽ അവാർഡിൻ്റെ ജൂറി അതിന് പ്രത്യേക പരാമർശം പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയില്ല, അതിനൊരു അവാർഡൊന്നും കിട്ടിയില്ല. പക്ഷെ അത് ഫൈനൽ വരെ വന്നൊരു കാര്യമാണ്. പിന്നെ തമിഴിൽ വിജയ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയല്ല, നടൻ വിജയല്ല, അല്ലാതൊരു വിജയുണ്ട് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ പൊയ്സൊല്ല പോറോ എന്നൊരു സിനിമ ഞാൻ ചെയ്തു. മലയാളത്തിൽ കുറേ പടങ്ങൾ ചെയ്തു. അതിനകത്ത് മോഹൻലാലിൻ്റെ ഒരു നാൾ വരും എന്നൊരു ചിത്രമുണ്ട്. അതിനകത്ത് ഒരു പാട്ടിന് ഞാൻ ശ്വേതാ മോഹനെ കൊണ്ടാണ് പാടിച്ചത്. അതിന് ഒരുപാട് അവാർഡ്സൊക്കെ കിട്ടിയായിരുന്നു. കാരണം ഒരുപാട് സ്റ്റേറ്റ് അവാർഡും അതുപോലെ തന്നെ പല അവാർഡുകളും എനിക്ക് കിട്ടിയില്ലെങ്കിലും പാടിയ ഗായികയ്ക്കും എഴുതിയ വ്യക്തിക്കുമൊക്കെ മുരുകൻ കാട്ടാക്കടയ്ക്കും ശ്വേതാ മോഹനും ഒക്കെ ഒരുപാട് അവാർഡുകൾ കിട്ടി. അത് മറ്റേ മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ വിരിയുന്നെൻ ബാല്യം, ആരോ മീട്ടിയ മഷിത്തണ്ടിൻ നിറമുള്ള തളിരോർമ്മയാണെൻ്റെ ബാല്യം. കളിമണ്ണിൽ പവാള ചായം ചാർത്തി എന്ന് പറഞ്ഞിട്ട് നല്ല എനിക്ക് ആ മൂഡിൽ അദ്ദേഹത്തിൻ്റെ രചനയിൽ എനിക്ക് ഒന്ന് ഭംഗിയായിട്ട് മ്യൂസിക് ചെയ്യാൻ സാധിച്ചു. രാജീവ് കുമാറാണ് അതിൻ്റെ ഡയറക്ടർ. മോഹൻലാലിൻ്റെ പടമാണ്. അങ്ങനെ കുറേ പാട്ടുകൾ. പിന്നെ ഞാനിപ്പോൾ ഒരു ചെറിയ പടം ചെയ്തായിരുന്നു. അതായത് സ്കൂൾ ഡയറി. അതിൽ ഹാജ മൊയ്നുവാണ് അതിൻ്റെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ അടുത്ത പടവും ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം അക്ഷരമാലയിലെ അമ്മ എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തായിരുന്നു. അത് മിക്കവാറും ഇത്തവണ അവാർഡിനൊക്കെ പോകുന്നുണ്ട്. ആ ഒരു ടൈപ്പ് സോങ്ങാണ്. അതായത് ആ ഇ ഔ ഇർ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ തുടക്കം അമ്മയാണ് ആത്മാവിൻ താളം, ആ നന്മയാണ് അറിവിൻ്റെ ലോകം, ഇതുപോലൊരീശ്വര ജന്മം ഈ ഭൂമിക്ക് കാവലാണെന്നും ഇ മനസ്സിലായില്ലേ? ഉദരത്തിൽ ജന്മം കൊടുത്തും ഊഷ്മള സ്നേഹം പകർന്നും ഋതുക്കൾ ഓരോന്നും പോയി മറഞ്ഞു ഔദാര്യമല്ലേ ഈ പുണ്യജന്മം എന്ന് പറഞ്ഞിട്ട് അത് വളരെ ഒരു ക്ലാസി സോങ്ങാണ്. അത് പടം ഇറങ്ങി ഏകദേശം 1 മാസത്തോളം ഓടി. നല്ല റെസ്പോൺസ് ആയിരുന്നു. കാരണം എല്ലാ കുട്ടികൾക്കും കാണാൻ പറ്റുന്ന, സ്കൂൾ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഡെഡിക്കേഷൻ മൂവിയായിരുന്നു. ഞാൻ ഒരുപാട് അയ്യപ്പൻ പാട്ടും ഗുരുവായൂരപ്പൻ പാട്ടും ക്രിസ്ത്യൻ ഡിവോഷനിലും ദീപം എന്ന് പറഞ്ഞൊരു ആൽബവും, അതുപോലെ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം ഡിവോഷനിലെ സോങ്സ്, അങ്ങനെ ഒരുപാട് ഡിവോഷണൽ ആൽബംസ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഈയിടെ എനിക്ക് ഒരു സർപ്രൈസ് വന്നൊരു കാര്യം, ഒരു കൊച്ചുകുട്ടി വന്നായിരുന്നു. നിങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ കണ്ടു കാണുമെന്ന് തോന്നുന്നു. ഒരു കൊച്ചുകുട്ടി എന്നെ കാണാൻ വന്നു. ഒരു 8 വയസ്സോ 9 വയസ്സോ ഉണ്ട്. ഈ പേരൊന്നും ഓർമ്മയില്ല. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, സാറിൻ്റെ ഒരു അയ്യപ്പൻ പാട്ട് ഇങ്ങനെ കൊച്ചിലേ ഈ കുട്ടി കേൾക്കും, സംസാരിക്കത്തില്ല. അപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പോവും, എല്ലാം എഴുതുകയൊക്കെ ചെയ്യും, പക്ഷേ അതിന് സംസാരം അച്ഛനെന്നോ അമ്മയെന്നോ പോലും വിളിച്ചിട്ടില്ല. ഇത് നടന്ന സംഭവമാണെന്ന് അവർ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നിട്ട് അവർ പറഞ്ഞു, ഇതുപോലെ സാറിനെ കാണണം എന്നുള്ളതാണ് എൻ്റെ മോൾക്ക് വലിയ ആഗ്രഹം. കാരണം സാറിൻ്റെ ഒരു അയ്യപ്പൻ പാട്ടാണ് മോൾ ജനിച്ച് വീണപ്പോൾ തൊട്ട് 4 വർഷം ഒരു ദിവസം ഒരു 20 പ്രാവശ്യം 25 പ്രാവശ്യം വെച്ച് കേൾക്കും. സംസാരശേഷിയില്ല, അച്ഛനെ ഒന്നും അമ്മയെന്നും പോലും വിളിക്കത്തില്ല. അങ്ങനെ വളരെ വിഷമിച്ചിരുന്നപ്പം ഞങ്ങൾ കൊട്ടാരക്കര ഒരു അമ്പലത്തിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ഭക്തിഗാനസുഖം നടക്കുകയായിരുന്നു.
അപ്പം ഇവർ ചോദിച്ചു, മോക്ക് ഒരു പാട്ട് പാടണമെന്ന് ചുമ്മാ ആരോ ചോദിച്ചു. മോളിങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ പാട്ട് പാടണം എന്ന് പറഞ്ഞു. ശരി, സ്റ്റേജിലോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ആകപ്പാട് അമ്പരന്നിരിക്കുകയായിരുന്നു. കാരണം അമ്മേ അച്ഛ എന്ന് പോലും വിളിക്കാത്തൊരു കുട്ടി 4 വർഷം സംസാരിക്കാതിരിക്കുന്നു, ഈ സ്റ്റേജിൽ കയറി എന്ത് ചെയ്യാൻ പോണു എന്ന് ഇവരെല്ലാം അതിശയപ്പെട്ട് നിൽക്കുമ്പോൾ ഈ കുട്ടി നേരെ കയറി. ഈ 4 വർഷമായിട്ട് ഈ കുട്ടി ഈ പാട്ട് മനസ്സിലിട്ട് പഠിക്കുകയായിരുന്നു. എന്നിട്ട് അയ്യപ്പൻ്റെ ഒരു പാട്ടാണ് അത് പാടി. അത് എല്ലാവർക്കും ഭയങ്കര അതിശയമായി പോയി എന്നാണ് ഞാൻ അറിഞ്ഞ ഒരു കാര്യം. ആ പാട്ട് ഞാനിവിടെ പാടാം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യസത്യദയാനിധിയേ, ഇനി കൽപ്പാന്തമിഴീതൾ തുറന്നീടണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. എന്തായാലും എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് വളരെ കുറച്ച് മാത്രമാണ്. തീർച്ചയായിട്ടും വീണ്ടും ഫ്ലവേഴ്സിൻ്റെ 24 പുതിയ ചാനൽ വീണ്ടും ഞാൻ വരും. എനിക്ക് പറയാനുള്ളതെല്ലാം പറയാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. എല്ലാം ഞാൻ ഈ മ്യൂസിക് തെറാപ്പി എന്ന നല്ല പ്രോഗ്രാമിലൂടെ ഞാൻ പങ്കുവയ്ക്കും. അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകരോടും, അതുപോലെ തന്നെ എന്നെ ഒരു പക്ഷേ ഈ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വിമർശിക്കുന്ന ആൾക്കാർക്കും ഞാൻ എൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്നു. കാരണം നിങ്ങൾ വിമർശിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ശക്തി ആർജിക്കുന്നത്. കാരണം ഒരു വിമർശനം വരുമ്പോഴായിരിക്കും എപ്പോഴും കൂടുതൽ നമ്മൾ വീണ്ടും നന്നാകണം എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും ഞാൻ എൻ്റെ നെഞ്ചോട് സ്വീകരിക്കുന്നു. ഒപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകരെ ഞാൻ പുണരുന്നു, അതുപോലെ തന്നെ സ്നേഹിക്കുന്നു. ലവ് യു ഓൾ. This is 24.